സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ. നിലമ്പൂരിൽ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബത്തിന് നേരെ ആക്രമണം. കുടുംബനാഥന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് സംഭവം. നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപമുള്ള ബാറിന് സമീപത്ത് കൂടിയുള്ള റോഡിലാണ് ആക്രമണം ഉണ്ടായത്. നിലമ്പൂർ ഫെയർലാൻഡ് തിയേറ്ററിൽ നിന്നും സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇരയായ നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപമുള്ള വീട്ടമ്മ പറയുന്നു. ഭർത്താവും മോനും മരുമോളും ചെറിയ കുട്ടിയും ഉൾപ്പെടെ 5 പേരാണ് തങ്ങളുടെ കാറിൽ ഉണ്ടായിരുന്നത്. വീട്ടിലേക്ക് തിരിയുന്ന റോഡിന്റെ ഭാഗത്ത് ഒരു കാർ റോഡ് ബ്ലോക്കാക്കി നിർത്തിയിട്ടിരുന്നു. ഇത് കണ്ട് ഹോൺ അടിക്കുകയും കാർ ഒരു ഭാഗത്തേക്ക് മാറ്റിത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കാറിലുള്ളവർ ഇതിന് തയ്യാറായില്ല. ഇതോടെ തന്റെ ഭർത്താവ് വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ചു. ഇതോടെ നിർത്തിയിട്ട കാർ തങ്ങളുടെ വിലങ്ങായി ഇടുകയും ഭർത്താവിനെ കാറിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നു. ഇത് തടയാൻ മകൻ ശ്രമിക്കുന്നതിനിടയിൽ ബിയർ കുപ്പി കൊണ്ട് തന്റെ മകനെ കുത്താൻ ശ്രമിച്ചു. താൻ മകനെ തള്ളി മാറ്റി കുപ്പി പിടിച്ച് വാങ്ങിയതാണ് വലിയ അപകടം ഒഴിവാക്കിയതെന്നും വീട്ടമ്മ പറഞ്ഞു. മകന്റെ കഴുത്തിൽ കിടന്ന സ്വർണമാല പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. അവർ പോയ ശേഷം തിരച്ചിൽ നടത്തിയപ്പോൾ മാലയുടെ ഒരു ഭാഗം തിരിച്ചു കിട്ടി. മാലയുടെ ലോക്കറ്റ് ഉൾപ്പെടെ പകുതിയോളം ഭാഗം നഷ്ടപ്പെട്ടു. ആക്രമണത്തിനിടയിൽ തങ്ങളുടെ കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തുവെന്നും ഇവർ പറഞ്ഞു. പരിക്കേറ്റ ഭർത്താവ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തനിക്കും കൈക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണം നടത്തിയവർക്ക് തങ്ങളുമായി ഒരു ബന്ധമില്ലാത്തവരാണെന്നും വീട്ടമ്മ പറഞ്ഞു. ആക്രമിച്ചവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും നിലമ്പൂർ സ്വദേശികളാണെന്നും ഇവർ പറഞ്ഞു. ഇവരുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് നേരെ ആക്രമണം ഇനിയും ഉണ്ടാകുമോ എന്നും ആശങ്കയുണ്ടെന്നും ഇവർ പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ കുടുംബസമേതം സിനിമയ്ക്ക് പോയതായിരുന്നു. സിനിമ കഴിഞ്ഞ് 12 മണിയായപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്ന ഈ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ അവിടെ മാതാവിന്റെ ഗ്രോട്ടോ ഉണ്ട്. ആ ഗ്രോട്ടോടെ അവിടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിയാൻ നേരത്ത് അവിടെ ഒരു വണ്ടി ബ്ലോക്ക് ആക്കിയിട്ടേക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ പ്രാവശ്യം ഓൺ അടിച്ചിട്ട് ഇവർ വണ്ടി മാറ്റിയില്ല. വണ്ടി മാറ്റാതെ ഞങ്ങൾ ഒരു കഷ്ടിച്ച് ഗ്ലാസ്സൊക്കെ മാറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നിച്ചിട്ട് ചോദിച്ച്, എൻ്റെ ഹസ്ബൻഡ് ചോദിച്ച്, നിനക്കൊന്ന് വണ്ടി മാറ്റി കൂടാതെ എത്ര പ്രാവശ്യം ഓൺ അടിച്ചു എന്ന് ഇച്ചിരി ദേഷ്യപ്പെട്ട് ചോദിച്ചു. അവർ അന്നേരത്തേനും അവരുടെ വണ്ടിയിൽ നിന്ന് അവർ വണ്ടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങൾക്ക് വിലങ്ങിട്ടിട്ട് അവിടുന്ന് ഒരാൾ ഇറങ്ങി വന്നിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ച് പുറത്ത് കോളറിനെല്ലാം പിടിച്ച് വെച്ചിട്ട് പുറത്തിറക്കി വലിച്ചിട്ടിട്ട് താഴെയിട്ട് അടിച്ചപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൻ ഇറങ്ങി വന്നിട്ട് അവരുമായിട്ട് പിന്നെ ഭയങ്കര അടിയായിരുന്നു. അവിടെ അടിച്ച് ആകെ മേലെല്ലാം പൊട്ടിച്ച് വലിച്ച് മാല ഉണ്ടായിരുന്നു എൻ്റെ മോൻ്റെ കഴുത്തിൽ. ആ മാല പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം കുരിശുമില്ല, അതിൻ്റെ കുഴയില്ല. ഒരു 1.5 പവൻ്റെ മാലയായിരുന്നു. ഇപ്പോൾ ഒരു പവൻ്റെ കഷ്ടിയെ കയ്യിലുള്ളൂ. ബാക്കി മുഴുവൻ അവിടെ പൊട്ടി ചെതറിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവരെ എല്ലാം പിടിച്ച് മാറ്റി. എൻ്റെ ചെറിയൊരു 3 വയസ്സുള്ള കൊച്ചും എൻ്റെ രണ്ടാമത്തെ മോൻ്റെ വൈഫും അതിനകത്തുണ്ടായിരുന്നു, വണ്ടിക്കകത്തുണ്ടായിരുന്നു. ഇവർ വന്ന് ഡോർ തുറക്കുക, അടയ്ക്കുക, ഭയങ്കര ബഹളം. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വട്ടം പിടിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഇവന് പോയിട്ടൊരു ബിയറിൻ്റെ കുപ്പി പൊട്ടിച്ചുകൊണ്ട് വന്നേച്ചിട്ട് എൻ്റെ രണ്ടാമത്തെ മോനെ കുത്താൻ വേണ്ടി തുടങ്ങി. അന്നേരത്തേനും കൊല്ലൂടാന്ന് പറഞ്ഞു കുത്താൻ വേണ്ടി തുടങ്ങി. അന്നേരത്തേനും ഞാൻ ഓടിപ്പോയി അവനെ വട്ടം പിടിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അമ്മയൊക്കെ ഇല്ലേ, നീ ഇപ്പൊ കുത്തിയാല് അവനല്ല കൊള്ളുന്നത്, എനിക്കാ കൊള്ളുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് ഒരുപാട് മാറ്റി. അതിനിടയ്ക്ക് എനിക്കിട്ട് അടിയൊക്കെ കിട്ടി. എൻ്റെ തലമുടിക്കൊക്കെ പിടിച്ച് വലിച്ച് ആകെ നാശ, കൈയെല്ലാം പൊട്ടി. എന്നിട്ട് ഇവനെ മാറ്റി കൊണ്ടുപോയിട്ട് ആ കുപ്പി ലാസ്റ്റ് അവനോട് ഞാൻ ഒരു 10 മിനിറ്റ് നേരം അവനെ മൽപ്പിടുത്തം പിടിച്ചിട്ടാണ് അവൻ്റെ കുപ്പി തന്നത്. കുപ്പി ഞാൻ മേടിച്ച ദേഷ്യത്തിന് അവനൊരു കരിങ്കല്ലെടുത്ത് വെച്ചിട്ട് വണ്ടിയുടെ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് കുത്തി പൊട്ടിച്ച് ഉടച്ചിട്ട്, എന്നിട്ട് അവൻ പറഞ്ഞു, മക്കളെയും വിളിച്ചോണ്ട് പോക്കോ, മക്കളെ വേണമെങ്കിൽ മക്കളെയും വിളിച്ചോണ്ട് പോക്കോ. എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ഞങ്ങൾ ആകെ, എൻ്റെ ചെറിയ കൊച്ചും മരുമോളും അതിനകത്തുള്ള കാരണം ഞങ്ങൾക്ക് ആർക്കും വല്ലാണ്ട് പ്രതികരിക്കാൻ പറ്റിയില്ല. അവരെ വലിച്ച് പുറത്തിടുമോ എന്നുള്ള പേടിയായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാൻ മേലാതെയായി പോയി. ഭയങ്കര ആകെ പേടിച്ച് വിറച്ചു പോയി. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അടി കാണുന്നതും അനുഭവിക്കുന്നതും. ഞങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാണ്. ഇവരുടെ
ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ വീണ്ടും പോയേക്കുന്നത്. നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാം. അത്രയും ഭീകരമായ ഒരു സംഭവമാണ് ഞങ്ങൾക്ക് ഇന്നലെ അനുഭവപ്പെട്ടത്. സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കുടുംബത്തിന് നേരെ ഉണ്ടായ ആക്രമണം ഗൗരവാതരണമാണെന്നും പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 12ഓടുകൂടി നമ്മുടെ അരുവാക്കോട്, അതായത് കോടതിപ്പടി വെച്ച് ജോസ്ഗിരി പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കുടുംബത്തിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതായത് ആ കുടുംബം സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി, അവർ വീട്ടിലേക്ക് പോവാൻ വണ്ടി ഒതുക്കി കൊടുക്കാൻ ഹോൺ അടിച്ചിട്ട് അത് ഒതുക്കി കൊടുത്തില്ല എന്നും അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നം കൊണ്ട് ഒരു കുടുംബം, അതായത് കൈക്കുഞ്ഞടക്കമുള്ള ഒരു കുടുംബത്തിനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം, ഒരു സ്ഥിതി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും അവർക്ക് എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയ ഈ കുടുംബം ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നു. അവർ തിരിച്ചു പോയി. ഇന്ന് വീണ്ടും അവർക്ക് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരമൊരു അക്രമം നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും അവർക്കുണ്ടായ ആ പ്രശ്നത്തിൽ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും അവരുടെയൊക്കെ കുടുംബത്തോടൊപ്പം മഹിളാ അസോസിയേഷൻ്റെ എല്ലാ പിന്തുണയും ആ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നും അവർ ഏതറ്റം വരെ പോകുന്നോ അതിൻ്റെ ഒപ്പം ഞങ്ങളും ഉണ്ടാവുമെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. സെറ ഗോൾഡൻ ഡയമണ്ട്, CPA ജംഗ്ഷൻ, എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ.